ആരോഗ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് മന്ത്രിയുടെ ഗൺമാൻ നൽകിയ പരാതി പൊളിഞ്ഞു. തനിക്കെതിരെ ഉണ്ടായത് വധശ്രമമല്ലെന്നും കഴുത്തിന് പരിക്കേറ്റത് ഉന്തിലും തള്ളിലുമാണെന്ന് വീണ ജോർജ് മൊഴി നൽകിയിരിക്കുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്ന ഗൺമാന്റെ പരാതിയാണ് ഇതോടെ പൊളിഞ്ഞത്. കേസിൽ KSUക്കാരായ 5 പേർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയിരുന്നു. 2 ആഴ്ചയിലധികമാണ് KSU പ്രവർത്തകരെ ജയിലിൽ അടച്ചത്. ഉയർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീണ ജോർജിനെതിരെ വധശ്രമം നടന്നുവെന്ന് പ്രചരിപ്പിച്ച കേസാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. 2 ദിവസം മുൻപാണ് വീണ ജോർജ് വിശദമായ മൊഴി നൽകിയത്. കണ്ണൂരിലെത്തിയ ആരോഗ്യമന്ത്രിക്ക് നേരെ അന്ന് 5 സ്ഥലത്താണ് കരിങ്കൊടി പ്രതിഷേധം നടന്നത്. പെരിങ്ങോത്ത് മന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച യൂത്ത് ലീഗ് നേതാവ് ഷജീർ ഇക്ബാലിനെ CPMകാർ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കരിങ്കൊടി പ്രതിഷേധത്തിന് കാരണമായത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് മുന്നിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ബഹളവും നടന്നിരുന്നു. ബഹളത്തിന് പിന്നാലെ കഴുത്തിന് അസഹ്യമായ വേദനയുള്ളതായി മന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതിനെ തുടർന്നാണ് യാത്ര റദ്ദാക്കിയ മന്ത്രിയെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആരോഗ്യമന്ത്രിയെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പടർന്നതോടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി. രാത്രി 9 മണിയോടെ വിശദമായ പരിശോധനയ്ക്കായി മന്ത്രിയെ പരിയാരം ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായ 5 KSUക്കാരെ ടൗൺ പോലീസ് റെയിൽവേ പോലീസിനെ കൈമാറിയിരുന്നു. പുലർച്ചെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ജില്ലാ ആശുപത്രിയിലെ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേറ്റതായി ഇല്ല. സുരക്ഷ ഒരുക്കാൻ എത്തിയ ടൗൺ സ്റ്റേഷനിലെ പോലീസുകാരും വധശ്രമം ഉണ്ടായി എന്ന തരത്തിലുള്ള മൊഴി നൽകിയിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും വധശ്രമം കണ്ടെത്താനായില്ല. അപ്പോഴും ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പരിയാരം ആശുപത്രിയിൽ നിന്ന് മണിക്കൂറുകളുടെ ഇടവേളയിൽ വന്നുകൊണ്ടിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ സ്വയം ഡിസ്ചാർജ് വാങ്ങി മന്ത്രി സ്വന്തം വാഹനത്തിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മൊഴിയെടുക്കാനായി അന്വേഷണ സംഘം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഏതായാലും 2 മാസം പൂർത്തിയാകുമ്പോഴാണ് വീണ ജോർജ് മൊഴി നൽകിയിരിക്കുന്നത്. വധശ്രമത്തിന് തെളിവില്ലാത്ത സാഹചര്യത്തിൽ ആ വകുപ്പ് ഒഴിവാക്കിയാണ് റെയിൽവേ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക.